നമസ്തേ. പരമഹംസ ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാര സിദ്ധയോഗീശ്വര തീർത്ഥപാദരുടെ ശിഷ്യയാണ് ഞാൻ. ഈ ആശ്രമത്തിൽ ഇരുന്നിപ്പോഴിങ്ങനെ ഒരു ലൈവിലേക്ക് വരാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഈ വരുന്ന മെയ് 18, 19 തീയതികളിൽ നമ്മുടെ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംരംഭം അരങ്ങേറുകയാണ്. സാക്ഷാൽ ഓച്ചിറ പരബ്രഹ്മ സന്നിധാനത്തിലെ ആ ഓഡിറ്റോറിയത്തിൽ. നമ്മുടെ ഈ കേരളത്തിലെ എല്ലാ പന്ഥാവിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെ ക്ഷണിച്ച് അവിടെ വരുത്തി സന്യാസി സംഗമം, അതായത് ദക്ഷിണ ഭാരത സന്യാസി സംഗമമാണെന്നാണ് അതിൻ്റെ പേര്, അവിടെ വരുത്തി കഴിഞ്ഞ വർഷം ഇത് തുടങ്ങിയതാണ്. അവിടെ വരുത്തിയിട്ട് അവരുടെ എല്ലാം അമൃത വാക്കുകളും അവരുടെ അനുഗ്രഹവും നമുക്ക് പൊതുസമൂഹത്തിന് എല്ലാവർക്കും, ലോകത്തെല്ലാവർക്കും, ഒരു സന്യാസി എന്ന് പറയുമ്പോൾ കേരളത്തിലോ ഓച്ചിറയോ ഒന്നും ഒതുങ്ങുന്നതല്ല, ബ്രഹ്മോപാസന ചെയ്യുന്നവരാണ്. ആ ബ്രഹ്മോപാസന ചെയ്യുന്നവരെ ബ്രഹ്മത്തിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. ഈ പരിശ്രമത്തിൻ്റെ പിന്നിലെ ബ്രെയിൻ ആരെന്ന് ചോദിച്ചാൽ ഈ ആശ്രമത്തിൻ്റെ പരമഹംസ ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വര മിഷൻ 1980കളിൽ എൻ്റെ പിതാവായിരിക്കുന്ന GP പണിക്കർ എന്ന് പറയുന്ന ഗുരുദാസ് ശിവയോഗി, പിന്നീട് സന്യാസ നാമധേയം, അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് ഈ ആശ്രമം സ്ഥാപിക്കുന്നത്. രണ്ടാളും കൂടി ഞങ്ങളെ ഇവിടേക്ക് എടുക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഈ തലമുറയിൽ നിങ്ങളെ എനിക്ക് വേണമെന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ തലമുറയിലുള്ളവരെ, പ്രധാനമായിട്ടും ഇതിൻ്റെ സംഘാടകനായിരിക്കുന്ന പ്രവീൺ ശർമ്മ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല, 8ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായത്, അദ്ദേഹം അനുഗ്രഹിച്ചിട്ടാണ് പറഞ്ഞത് ഇവനെ എനിക്ക് വേണമെന്ന്. ഇന്നിപ്പോൾ ഒരു വലിയ ടാസ്ക്കാണിത്. ഇത് എല്ലാവരെയും നടന്ന് കണ്ട് വിനയാന്യതനായി അവരോട് കാര്യം ബോധിപ്പിച്ച് അവരെല്ലാവരെയും അനുവാദം വാങ്ങി അവരെല്ലാവരും വരികയാണ് 19-ാം തീയതി. പക്ഷേ 18-ാം തീയതി അതിലേറെ വലിയ ഒരാളാണ് വരുന്നത്. അത് 18-ാം തീയതി ഈ പരമഹംസ ബ്രഹ്മാനന്ദ ശിവപ്രഭാര സിദ്ധയോഗീശ്വരൻ്റെ ഭക്തസംഘമാണ്. അന്ന് അതിന് തുല്യമായ ഒരാൾ വരികയാണ്. അദ്ദേഹമാണ് ശിവബാലസ്വാമി. കർണാടകയിൽ അദ്ദേഹത്തിനെ വളരെ ഭക്തിപൂർവ്വം ആളുകൾ ആദരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീരശൈവ വിഭാഗം അവരുടെ ആ ഒരു പരിശ്രമം കൊണ്ട് അവർ ഈ കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പാദം പതിയാൻ പോവുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ അപൂർവമായിട്ട് കാണാൻ പറ്റാത്ത ആളാണ്. തീർച്ചയായിട്ടും ആ ഒരു ധന്യമായ മുഹൂർത്തം ധന്യമാക്കി ആ അനുഗ്രഹം വാങ്ങാനായിട്ട് നിങ്ങളെല്ലാവരും 18-ാം തീയതി രാവിലെ 9 മണിക്ക് തന്നെ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലെത്തണം. കാര്യം ശൈവ ശാക്തേയ വൈഷ്ണവമാണ്. അതിൽ ശൈവമാണ് പ്രഭാകര സിദ്ധയോഗി. ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മം സാകാരം കൊണ്ടത് പ്രഭാകര സിദ്ധയോഗി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ പന്താവിലാണ്. ഇത്രയും 50 കൊല്ലം പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇച്ഛയാണ് സമസ്ത ആത്മീയ പ്രതിഭകളെ ഒന്നിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ നിലനിൽക്കാൻ പറ്റുള്ളൂ സനാതന ധർമ്മത്തിന്. അതുകൊണ്ട് എല്ലാവരും ധന്യാത്മാക്കളെല്ലാവരും നമ്മൾ എത്തി, കുടുംബസമേതം എത്തി അനുഗ്രഹം വാങ്ങണം. നമുക്ക് ഭൗതിക നേട്ടമല്ല, ഭൗതിക നേട്ടത്തിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ആത്മീയതയാണ്. ആ ആത്മീയതയുടെ മുഴുവനും ത്യാഗപൂർണമായ സാധന അനുഷ്ഠിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെത്തുന്നു. അവരെ വന്ന് കാണാനും അവരുടെ അനുഗ്രഹം വാങ്ങാനുമായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഓച്ചിറയും ബ്രഹ്മസന്നിധാനത്തിൽ എത്തണമെന്ന് വളരെ വിനയപൂർവ്വം ഒന്നുകൂടി അമ്മ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളെൻ്റെ ഈ ആശ്രമത്തിൻ്റെ ഈ ഉദ്യമത്തെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ത്യാഗം സഹിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ ഉദ്യമത്തെ പങ്കാളികളാകുകയും അനുഗ്രഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത് സമ്പൂർണ്ണമായ അനുഗ്രഹപ്രദാനമാക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ്. നമസ്തേ. ജയ് ഗുരുദേവ്. ബ്രഹ്മാനന്ദം പരമസുഖതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ത്രിഗുണരഹിതം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലവചനം സർവതീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരും തന്നമാമി. ഗുരു എന്ന് പറയുന്നത് ഭാരതീയമായ സനാതനധർമ്മ സങ്കല്പത്തിൽ ദൈവത്തിനു മുകളിലുള്ള സ്ഥാനമാണ്. ഭാരതം അനവധി യോഗിവര്യന്മാർക്കും ഗുരുക്കന്മാർക്കും ജന്മം കൊടുത്തിട്ടുള്ള യോഗഭൂമിയാണ്. ആ ഭാരതത്തിൽ ജന്മം കൊണ്ട യോഗ ചക്രവർത്തി ഋഷി കുലമൗലിയാണ് ബ്രഹ്മാനന്ദ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വര തീർത്ഥപാദ പരമഹംസൻ.
ജന്മം കൊണ്ടത് കാലടി അകവൂർമനയിൽ 12-ാം നൂറ്റാണ്ടിൽ AD 1263 ആണ്ടിലെ മീനമാസ പൂരുരുട്ടാതിക്കും അതിനുശേഷം 19-ാം നൂറ്റാണ്ട് വരെ യോഗവിദ്യയിലെ പരകായ പ്രവേശമെന്ന മഹാസിദ്ധി ഉപയോഗിച്ച് 14ഓളം ശരീരങ്ങൾ മാറി മാറി സ്വീകരിച്ച് ഈ ലോകം മുഴുവൻ നടന്ന് ധാരാളം അത്ഭുതമായിരിക്കുന്ന ലീലകളാടുകയും ഒരുപാട് പുണ്യാത്മാക്കൾക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആത്മീയമായ മേഖലയിൽ ഉയർന്നു വരാൻ സാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്വയം പ്രശസ്തി ആഗ്രഹിക്കാതെ തികച്ചും അവധൂത വൃത്തി ചെയ്ത് ലോകത്തെ അനുഗ്രഹിച്ച ആ പുണ്യാത്മാവിൻ്റെ 14ാമത് ശരീരം 1986 സമാധിയിരുത്തുന്നത്. അദ്ദേഹം ലോകത്താദ്യമായി വന്ന് സ്ഥാപിച്ച ഒരു ബ്രഹ്മസ്ഥാനം യാതൊരു പ്രതീകങ്ങളും അവശേഷിപ്പിക്കാതെ ഈ ലോകത്ത് സഞ്ചരിച്ചിരുന്ന അദ്ദേഹം ഈ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ ചിങ്ങോലിയിൽ ശ്രീ കാവിൽപ്പടിക്കൽ ദേവീക്ഷേത്രം മണ്ണടിയിൽ നിന്ന് വന്ന് രാജഭരണ കാലഘട്ടത്തിൽ സ്ഥാപിതമായിട്ടുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ശ്രീ കാവിൽപ്പടിക്കൽ ദേവീക്ഷേത്രത്തിനോട് ചേർന്നുള്ള പുണ്യഭൂമിയാണ് അദ്ദേഹം ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനായ 1942 മുതൽ സ്വാമിയുടെ ശിഷ്യനായ വിശ്വാസിയായ ഗുരുദാസ് ശിവയോഗികളോടുള്ള തൻ്റെ ശിഷ്യനോടുള്ള ആ ഗുരുവിൻ്റെ ശിഷ്യവാത്സല്യം കൊണ്ടാണ് ഈ ഒരു ആശ്രമം, ഈ ഒരു ആത്മീയ കേന്ദ്രം ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമായി ഇവിടെ സ്ഥാപിതമായത്. അങ്ങനെ ആ സ്ഥാനത്ത് വന്നിരുന്ന ഗുരു അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം ഈ ഒരു ആശ്രമമാണ് കേരളത്തിലുടനീളം ഭാരതത്തിലുടനീളം ശിവപ്രഭാകര സിദ്ധിയോഗീശ്വരൻ്റെ യഥാർത്ഥ സന്ദേശവും ധർമ്മവും പ്രചരിപ്പിക്കുന്നു. ശ്രീ ഗുരുദാസ് ശിവയോഗികൾ ഇതിൻ്റെ സ്ഥാപകന് ശേഷം പിന്നീട് ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ സീമന്തപുത്രിയായിരിക്കുന്ന ശ്രീമതി രമാദേവി അമ്മ സർക്കാർ സർവീസിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നിടത്ത് നിന്ന് അത് രാജിവെച്ചതിന് ശേഷം ഇറങ്ങി പൂർണ്ണസമയം ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും അതിനുശേഷം അമ്മയുടെ ആ പരമ്പരയിൽ ഇതിൻ്റെ ആശ്രമത്തിൻ്റെ മുഖ്യ കാര്യദർശി എന്നുള്ള സ്ഥാനം ഏറ്റെടുത്ത് ഇതിൻ്റെ പൗരോഹിത്യം ഏറ്റെടുത്ത് ഞാനും ഈ ചിങ്ങോലി ശിവപ്രഭാകര സിദ്ധിയോഗീശ്വര ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ ഈ പരമ്പരകൾ മൊത്തം സ്വാമി അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉയർന്നു വന്നവരുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമി തിരുവടികൾ, സ്വാമി സത്യാനന്ദ സരസ്വതി, ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന സുധാമണിയിൽ നിന്ന് അമൃതാനന്ദമയിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മാതാ അമൃതാനന്ദമയി, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ള പല പ്രഗത്ഭന്മാരും കലാരംഗത്തുള്ള പലരും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉയർന്നു വന്നവരുണ്ട്. മാധ്യമരംഗത്തുള്ളവർ, അതുപോലെ തന്നെ മറ്റ് പല വിവിധ മേഖലകളിലുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ദിവാൻ രാമസ്വാമി ആദ്യമായി പൂജിച്ച ഒരു സന്യാസി കേരളത്തിലുണ്ടെങ്കിൽ അത് ശിവപ്രഭാകര യോഗിയാണ്. നെഹ്റുവിനും ഗാന്ധിക്കും ദർശനം കൊടുത്ത് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നൂറ്റാണ്ടുകളുടെ 12-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ എത്തി നിൽക്കുമ്പോൾ ശ്രീ ശിവപ്രഭാകര സിദ്ധിയോഗരെ സംബന്ധിച്ചിടത്തോളം 761 വർഷം ഈ ലോകത്ത് ജീവിച്ചിരുന്നു. അത്ര അത്ഭുതകരമായിരിക്കുന്ന ഒരു യോഗിയെക്കുറിച്ച് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ആ മഹാത്മാവ് ജന്മം കൊണ്ട് സമാധിയായ സ്ഥാനം കേരളമാണ്. അദ്ദേഹം ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം അകോർമനയുടെ അംശാവകാശമുള്ള ക്ഷേത്രമാണ്. അവിടെ നിന്ന് എത്തിച്ചേർന്ന ഒരു തിരുമേനിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സഹായിയായിരിക്കുന്ന ചാത്തനുമാണ് പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ആ ഓച്ചിറയുടെ മണ്ണിൽ വെച്ച് തന്നെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സന്ദേശപ്രകാരം ദക്ഷിണ ഭാരത സന്യാസി സംഗമം, വർണ്ണാശ്രമ ധർമ്മങ്ങളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് സന്യാസധർമ്മമാണെന്നും ആ സന്യാസി സമാജത്തിനെ സമ്പൂർണ്ണമായി ഉദ്ധരിക്കാൻ സന്യാസിക്ക് മാത്രമേ സാധിക്കൂവെന്നും ആ സന്യാസി അതിന് തയ്യാറെടുത്താൽ മാത്രമേ ഇതര വർണ്ണാശ്രമങ്ങൾ ഈ ലോകവും നിലനിന്ന് പോവുള്ളൂ, ധർമ്മം നിലനിന്ന് പോകുന്നുള്ള സന്ദേശമാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് ഈ ആശ്രമത്തിൻ്റെ സ്ഥാപകൻ. അങ്ങനെ ആശ്രമത്തിൻ്റെ കീഴിൽ സ്ഥാപിക്കപ്പെട്ടുള്ള ആർഷഭാരത സന്യാസി സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ് ചരിത്രപ്രധാനമായ ദക്ഷിണ ഭാരത സന്യാസി സംഗമം ഓച്ചിറയിൽ ഈ വരുന്ന 2024 മെയ് 18, 19 തീയതികളിൽ അത് നടക്കാൻ പോകുന്നത്. ഈ ഒരു മഹാ ആത്മീയ സംഗമത്തിൻ്റെ സന്ദേശം നിങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. ഇതിൽ കേരളത്തിലുള്ള എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും, ചിന്മയ മിഷന്, രാമകൃഷ്ണ മിഷന്, അമൃതാനന്ദമയുടെ ശുഭാനന്ദാശ്രമം, അതുപോലെ വാഴൂർ തീർത്ഥവാദ പരമ്പര, പന്മനയാശ്രമം, അങ്ങനെ എണ്ണപ്പെട്ട ശാന്തിഗിരി ആശ്രമം, എണ്ണപ്പെട്ട പ്രസ്ഥാനങ്ങളെല്ലാം, പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളും അവയുടെ ആത്മീയ ആചാര്യന്മാരും മഠാധിപന്മാരും സന്യാസി സമൂഹവും സാധകന്മാരും ഉപാസകന്മാരും ആചാര്യന്മാരും അതുപോലെ തന്നെ ചരിത്രകാരന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഈ ഒരു മഹാസംഗമത്തിലേക്ക്
എത്തിച്ചേരാൻ അതിൻ്റെ തുടക്കത്തിൽ ഉദ്ഘാടനത്തിനായി എത്തിച്ചേരുന്നത് വീരശൈവ മഹാസഭയുടെ നേതൃത്വത്തിൽ ബൊമ്മപുരം അധീനത്തിൽ നിന്ന് ശിവബലായ സ്വാമിയാണ് 18-ാം തീയതി നടക്കുന്ന ശ്രീ ശിവപ്രഭാകര സിദ്ധിയോഗീശ്വര ഭക്ത സമ്മേളനമാണ് ആദ്യം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്ന അദ്ദേഹമാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ചെങ്കോല് കൊടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച മഹാത്മാവ്. അങ്ങനെ ഉള്ള ധാരാളം ആളുകളെ ചേർത്തുകൊണ്ട് രാവിലെ മുതൽ വേദജപം, ഗീതാപാരായണം, നാരായണീയ പാരായണം, ആധ്യാത്മിക പ്രഭാഷണ പരമ്പരകൾ, സത്സംഗം, അതുപോലെ തന്നെ വിവിധ ആശ്രമങ്ങളുടെ ഭജൻസ് എല്ലാം ഉൾപ്പെടുത്തി 2ാമത്തെ വർഷമാണ് ഇത് നടത്തുന്നത്. ഈയൊരു മഹാസന്യാസി സംഗമം ലോകത്തുള്ള സകല ജീവജരാചരങ്ങൾക്കും അനുഗ്രഹപ്രദമായി സംഘടിപ്പിക്കുന്ന ഈ ഒരു സന്യാസി സംഗമം, ഇതിൻ്റെ ഗുണം ഈ വരുന്ന സന്യാസിമാരെയൊക്കെ ദർശിക്കാൻ, സാധു ദർശനം പാപമോചനം എന്നാണ്. യഥാർത്ഥ സന്യാസിയെ ദർശിച്ചാൽ തന്നെ മതി നമ്മുടെ ദോഷങ്ങൾക്ക് പരിഹാരമാകും. ഈ ഒരു സുവർണ അവസരത്തിൽ പങ്കാളികളാകാൻ സകല സനാതനധർമ്മ വിശ്വാസികളെയും ഗുരുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി. ശിവപ്രഭാകര സന്യാസീശ്വര ഭക്തസമ്മേളനം നടത്തി പങ്കെടുക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും അതിന് നേതൃത്വം നൽകുന്ന ശ്രീ പ്രഭാകര സിദ്ധയോഗി ആശ്രമത്തിലെ നേതാക്കൾക്കും ഓച്ചിറ ക്ഷേത്ര ഭരണസമിതിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ബഹുമാന്യ ഭക്തജനങ്ങളെ, നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിൽ ഈ മാസം മെയ് 18-19 തീയതികളിൽ ദക്ഷിണ ഭാരത സന്യാസി സംഗമം നടത്തുകയാണ്. ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വര ഭക്തസമ്മേളനം ഈ 2 ദിനങ്ങളിലായി വളരെ കൂടുതൽ സന്യാസി വര്യന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ആ മഹാസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചിങ്ങോലിൽ ശിവപ്രഭാകര സിദ്ധ യോഗീശ്വര ആശ്രമ പ്രവർത്തകർ വളരെ മെച്ചപ്പെട്ട സംഘാടന പ്രവർത്തനം ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിനങ്ങളായി ഏതാണ്ട് 500ഓളം പേർ പ്രതിദിനം പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾക്കാണ് അവർ അതിൻ്റെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ഓച്ചിറ ക്ഷേത്ര പരബ്രഹ്മ സന്നിധിയിലെത്തുമ്പോൾ നമ്മുടെ പടിഞ്ഞാറേ ആൽത്തറയ്ക്ക് വടക്കേക്ക് പോകാനൊരു ഭീകരമായ ഒരു സാഹചര്യമായിരുന്നു നിന്നിരുന്നത്. ആ കാലത്ത് എൻ്റെ അമ്മുമ്മ ചൂണ്ടിക്കാണിച്ച ഒരാളെ ആണ് അവിടെ ഒരു സ്വാമി, വളരെ മെലിഞ്ഞ ദിശ വളർത്തിയൊരു സ്വാമി. അദ്ദേഹത്തെ ഈ ഓച്ചിറ ക്ഷേത്ര സന്നിധിയിലെത്തുന്ന, അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നതും അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രഭാഷണങ്ങളും നിർദ്ദേശങ്ങൾക്കും സ്വീകാര്യത ഉള്ള അനവധി ആൾക്കാർ നമ്മുടെ ഉണ്ടിക്കാവിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭക്തരായി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭക്തരായും സ്വീകരിച്ചിട്ടുണ്ട്. അനവധി സന്യാസി വര്യന്മാർ ഈ ശിവപ്രഭാകര സിദ്ധയോഗീശ്വര സ്വാമികളുടെ അനുഗ്രഹം മേടിച്ചവരാണ്. ഇന്ന് നമ്മുടെ പരബ്രഹ്മ സന്നിധിയുടെ ഉണ്ടിക്കാവ് എന്ന് പറയുന്ന ആ നമ്മളെ ഏവരും ആരാധിക്കുകയും എത്തിപ്പെടുന്ന അതിൻ്റെ പുരോഗതിയും അതിൻ്റെ ഏതാണ്ട് സ്ഥാപകരിൽ അത് അതേ തരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാനമായ ഒരു പങ്ക് വഹിച്ച ആളാണ് ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വര സ്വാമികൾ. അദ്ദേഹത്തിന് അനവധി ഭക്തർ ഈ ഓച്ചിറ ക്ഷേത്ര പടനിലത്തുണ്ട്. എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ അറിയാവുന്ന നമ്മുടെ ഈ പടനിലത്ത് തന്നെ നമ്മുടെ ഒരു ആധാര എഴുത്തുകാരനായ മനക്കൽ സോമൻ, നമ്മുടെ ഗണപതി അമ്പലത്തിന് തൊട്ടിപ്പുറത്ത് നമ്മൾ ചോദിക്കാൽ ഇപ്പോഴും അദ്ദേഹം ആകെ വിശ്വസിക്കുന്ന ഒരു ദൈവം, ഇദ്ദേഹത്തിന് എൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്കെത്തിച്ചാണ് ഇപ്പോഴും മനക്കൽ സോമൻ്റെ ആ സ്ഥാപനം തുടർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഈ ജനസമൂഹത്തിന് ജനങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങളും നല്ല വഴികളും ഉപദേശിച്ചുകൊണ്ടുള്ള വലിയ ഒരു യുഗം മൊത്തം ഈ ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത അദ്ദേഹത്തിൻ്റെ വലിപ്പം എത്രയാണ് എന്ന് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ ഏതെങ്കിലും ഭക്തജനങ്ങൾക്ക് അറിവില്ല. അടുത്തറിയാവുന്നവർക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ തത്വങ്ങളും പാലിച്ച് ജീവിച്ചവർക്കൊക്കെ നല്ല ദിശകൾ കിട്ടിയിട്ടുണ്ട്, നല്ല ബോധങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന്
നമ്മുടെ ആശ്രമത്തിൽ ഈ സംഘടിപ്പിക്കുക ദക്ഷിണ ഭാരത സന്യാസി സംഗമം സംഘടിപ്പിക്കുന്ന ആശ്രമ മഠാധിപതികളും അതിൻ്റെ മിഷണറിയും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ജനസമൂഹത്തിന് കൂടുതൽ മനസ്സിലാക്കുവാനും നമുക്കൊക്കെ അറിവ് നേടുവാനും ഉതകുന്ന ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ പറയുന്ന തീയതിയിൽ നമ്മുടെ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ഈ സമ്മേളനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അതിൽ പങ്കെടുക്കുന്ന സന്യാസി വര്യന്മാർക്ക് വേണ്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി ബാധ്യസ്ഥരാണ്. അത് ഞങ്ങൾ ചെയ്യും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ഭരണാധികാരികൾ സഹായമായി ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രസിഡൻറ്റ്, ക്ഷേത്ര ഭരണസമിതിയുടെ സെക്രട്ടറി, ഞങ്ങളെല്ലാവരും തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് ആ സമ്മേളനം വിജയിപ്പിക്കുന്നതിനും ആ സമ്മേളനത്തിന് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഒരു മഹത് വിജയമാകട്ടെ. ഈ നമ്മുടെ ആദരണീയനായ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വര സ്വാമികളുടെ സ്മരണ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. വരുന്ന തലമുറയ്ക്ക് അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ എന്താണ്, സമൂഹത്തിൻ്റെ മുന്നിൽ തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്താണ്, അത് പ്രചരിപ്പിക്കുവാൻ ചിങ്ങോലിയിലെ ആശ്രമ മഠാധിപതികൾക്ക് കഴിയട്ടെ. അവർക്ക് അതിനുള്ള സർവ്വവിധ സഹായങ്ങളും ശക്തിയും പരബ്രഹ്മ സന്നിധിയിൽ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നിട്ട് നന്ദി, നമസ്കാരം. നമസ്കാരം. വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നാം നിൽക്കുന്നത്. കാരണം ഓച്ചിറ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണിനെ പുണ്യമാക്കിയ ശിവപ്രഭാകര സിദ്ധയോഗി ഈശ്വര സ്വാമികളുടെ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വെച്ച് ദക്ഷിണ ഭാരത സന്യാസി സംഗമം നടക്കുകയാണ്. എന്തുകൊണ്ടും ഈ സന്യാസി സംഗമം ശിവപ്രഭാകര സിദ്ധയോഗി സ്വാമികളുടെ നാമധേയത്തിൽ നടക്കുന്ന ഈ സന്യാസി സംഗമം നടത്തുവാൻ എന്തുകൊണ്ടും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ സന്നിധി തന്നെയാണ് ഉചിതം. കാരണം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഓച്ചിറയും ശിവപ്രഭാകര സിദ്ധയോഗിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഏവർക്കും അറിയാവുന്നതാണ്. ഈ മണ്ണിൽ ജീവിച്ച് ഒരു ഈശ്വരൻ്റെ പൂർണ്ണമായ ഒരു സ്വരൂപമായി സാധാരണക്കാരുടെ ഇടയിലേക്ക് കടന്നു വന്ന് ഒരു യോഗീശ്വരനായി അദ്ദേഹം ഈ മണ്ണിൽ നിറഞ്ഞു നിന്നിരുന്നത് ഇന്നും ഇവിടുത്തെ ഭക്തജനങ്ങൾ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഒണ്ടിക്കാവിൻ്റെ മണ്ണിൽ അദ്ദേഹം വളരെ കാലം തപസ്സനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഈ മണ്ണിൽ തന്നെയാണ് കഴിച്ചുകൂട്ടിയത്. അത് ഓച്ചിറയെ സംബന്ധിച്ചിടത്തോളം ഓച്ചിറയ്ക്ക് പിന്നീട് വന്ന ഉയർച്ചയുടെയും ഈ ശക്തിയുടെയും ഒക്കെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഓച്ചിറ പടിഞ്ഞാറ ക്ഷേത്രത്തിലെ സ്ഥാനി കുടുംബമായ ഐക്യരവള്ളിൽ കുടുംബത്തിൽ നിന്ന് ആണ് ഞാൻ സംസാരിക്കുന്നത്. ഐക്യരവള്ളിൽ കുടുംബവുമായി അദ്ദേഹത്തിന് അതിലെ അംഗങ്ങളുമായി ശ്രീ എ കെ കുറുപ്പ് സാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഉണ്ടായിരുന്ന അഭേദ്യമായ അടുപ്പം എടുത്തു പറയേണ്ടതാണ്. ഒരു സാധാരണക്കാരനായി ഒരുപക്ഷെ അന്ന് ആളുകൾ ഈ നാട്ടിൽ ഇത്ര വലിയ ഒരു സന്യാസി വര്യനാണ് ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതെന്ന് അറിയാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ യോഗ വൈഭവത്തിലുള്ള ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അത്ഭുത സിദ്ധികളും ജീവിതത്തിൽ ഉന്നമനവും ഉണ്ടായിട്ടുള്ള അനേകം ഭക്തർ ഈ നാട്ടിലുണ്ട്. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഈ ഭക്തർ വെളിപ്പെടുത്തിയതനുസരിച്ച് അദ്ദേഹം ഒരു മഹായോഗിയായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ചൈതന്യം അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം ഈ അന്തരീക്ഷത്തിൽ തന്നെ വിലയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതും ഒരു സത്യമായി നിലകൊള്ളുന്നു. ആ സത്യമായി നിലകൊള്ളുന്ന ഈ പരബ്രഹ്മ സന്നിധിയിൽ വെച്ച് തന്നെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ തന്നെ ഭാരതത്തിലെ ഋഷീശ്വരന്മാരിൽ ഏറ്റവും മികച്ച ഇന്ന് സന്യാസി സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളെ വെച്ചിട്ട് ഒരു സന്യാസി സമ്മേളനം ഇവിടെ വെച്ച് നടത്തുവാൻ തീരുമാനിച്ച ചിങ്ങോലി ആശ്രമത്തിലെ ശ്രീ പ്രവീൺ ശർമ്മയെയും ഒപ്പം ശ്രീ രമാദേവി അമ്മയെയും പ്രത്യേകം അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഈ അവസരത്തിൽ സാധാരണ ഇന്നു കാണുന്ന
സന്യാസി സമൂഹത്തിൻ്റെ പകിട്ടുകളോ വേഷപ്പകർച്ചയോ സമ്പന്നതയുടെ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെറും സാധാരണക്കാരനായി ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് യോഗ വിദ്യയിൽ അത്യുന്നതികൾ എത്തി ഈ മണ്ണിനെ സമ്പൂർണ്ണമായി ഈശ്വര ചൈതന്യത്തിൻ്റെ ഇടമാക്കി മാറ്റിയ ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗികളെ ഓർക്കുമ്പോൾ ശരിക്കും മനസ്സ് അദ്ദേഹത്തിൻ്റെ ഓർക്കുന്ന ഓരോ അവസരത്തിലും ഒരു ഭക്തനെന്ന നിലയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒപ്പം എന്നോടൊപ്പം നിൽക്കുന്ന ശ്രീ സോമൻ ചേട്ടൻ, അദ്ദേഹത്തെ എടുത്തു പറയണം. കാരണം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ വളരെ കാലം മുമ്പ് ശിവപ്രഭാകര സിദ്ധയോഗിയെ കാണുന്ന കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പടം ഏതാണ്ട് 40 വർഷങ്ങളായി അദ്ദേഹം അതിൽ സൂക്ഷിക്കുകയാണ്. അന്നും ഇന്നും ഒരേ ചൈതന്യത്തിൽ അതേ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഓച്ചിറക്കാർ എല്ലാ ഭക്തജനങ്ങളും അദ്ദേഹത്തെ ആദരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ട് ഈ ജയന്തി ആഘോഷങ്ങളിൽ ഈ നാട്ടിലെ എല്ലാ ശിവപ്രഭാകര സിദ്ധയോഗി ഈശ്വരൻ്റെ ഭക്തന്മാരും ഒപ്പം പരബ്രഹ്മ വിശ്വാസികളും എല്ലാ ഹിന്ദുമത വിശ്വാസികളും ഇതോടൊപ്പം ചേർന്ന് ഇതിനെ ഒരു ധന്യമായ സമ്മേളനമാക്കി മാറ്റുകയും ഇതൊരു മഹാസമ്മേളനമാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ യശസ് ഈ ലോകത്തെങ്ങും ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ഈ പരിപാടിയെ മാറ്റി തീർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ പരബ്രഹ്മ വിശ്വാസികൾക്കും പ്രഭാകര സിദ്ധയോഗീശ്വരാശ്രമത്തിൻ്റെ മുഖ്യ കാര്യദർശിയായ എൻ്റെ പ്രണാമങ്ങൾ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ ഇങ്ങനെ ഒരു സങ്കല്പം പ്രപഞ്ചത്തിൽ ക്ഷേത്രമോ അല്ലെങ്കിൽ പൂജയോ പൂജാരിയോ വഴിപാടുകളോ ഒന്നുമില്ലാത്ത പ്രപഞ്ചവുമായി ഈ പ്രകൃതിയുമായി വിലയം പ്രാപിച്ചിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റേതായിരിക്കുന്ന ആ സങ്കല്പം എന്താണോ അത് കുടികൊള്ളുന്ന സങ്കേതം. മുടന്തനും കുരുടനും ഊമയും ദുഃഖിതരായവർക്കെല്ലാം ആശരണർക്കായവർക്കെല്ലാം അഭയകേന്ദ്രമായിരിക്കുന്ന ഈ കേരളത്തിൻ്റെ തന്നെ മധ്യ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രം ദക്ഷിണ കാശി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ആ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ ഓംകാര പരബ്രഹ്മ സ്വരൂപം വസിക്കുന്ന മണ്ണിൽ വെച്ച് ചിങ്ങോലി ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വര ആശ്രമത്തിൻ്റെയും ആ ആശ്രമത്തിൻ്റെ കീഴിൽ ഉള്ള ആർഷഭാരത സന്യാസി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഗുരുവിൻ്റെ പ്രഭാകര സിദ്ധയോഗീശ്വരൻ്റെ ജന്മജയന്തിയുടെ ഭാഗമായിട്ട് ഈ വരുന്ന 2024 മെയ് 18, 19 തീയതികളിൽ ദക്ഷിണ ഭാരത സന്യാസി സംഗമം. ദക്ഷിണ ഭാരതം എന്ന് പറയുമ്പോൾ കേരളവും തമിഴ്നാടും കർണാടകം ഈ 3 സ്റ്റേറ്റുകൾ വരും. ദക്ഷിണ ഭാരതം മാത്രമല്ല ഉത്തരഭാരതത്തിൽ നിന്നുമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ശിവപ്രഭാകര സിദ്ധയോഗീശ്വരൻ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ജഗദ്ഗുരുവും ഋഷികുല മൗലിയുമാണ്. കാര്യം യോഗവിദ്യ, ഭാരതത്തിൻ്റെ യോഗവിദ്യയുടെ പരിപൂർണത എന്താണെന്ന് കാണിച്ചു തന്ന ഒരേ ഒരു മഹാഗുരു ഉണ്ടെങ്കിൽ, യോഗി ഉണ്ടെങ്കിൽ അത് പ്രഭാകര സിദ്ധയോഗിയാണ്. കാരണം 12-ാം നൂറ്റാണ്ടിൽ അകവൂർമനയിൽ ജന്മം കൊണ്ട പ്രഭാകര യോഗികൾ 19-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന 14ഓളം ശരീരങ്ങൾ എടുക്കുകയും അങ്ങനെ 14-ാമത്തെ ശരീരത്തിൽ അദ്ദേഹം വസിച്ച് അദ്ദേഹത്തിൻ്റെ ദിവ്യാവതാരങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏറെക്കാലം ചെലവഴിച്ചത് ഈ പരബ്രഹ്മ സങ്കേതത്തിൽ വെച്ചാണ്. ഈ ഉണ്ടിക്കാവിൽ ഇന്നീ കാണുന്ന ഉണ്ടിക്കാവിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരാൻ പോലും കാരണം സ്വാമി ഇവിടെ വന്ന് അധിവസിച്ചതാണ്. പിന്നെ പ്രഭാകര യോഗിയും ഓച്ചിറയുമായി മറ്റൊരു ബന്ധമുള്ളത് അകവൂർ മനയിൽ നിന്ന് വന്ന ഒരു നമ്പൂതിരിക്കും അദ്ദേഹത്തിൻ്റെ സഹായിയായി വന്ന ഒരു ചാത്തനുമാണ് പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടതെന്നുള്ള ഐതിഹ്യം ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബമാണത്. ആ അകവൂർ മന അംശത്തിൽപ്പെട്ട പ്രഭാകര യോഗി അതുകൊണ്ടാണ് ഈ മണ്ണിൽ തന്നെ വന്ന് അദ്ദേഹം പള്ളി കൊണ്ടത്. അങ്ങനെ ഈ പരിസര പ്രദേശങ്ങളിൽ ഓച്ചിറയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ചെറുതും വലുതുമായി അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ളവരും ഇവിടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇപ്പോൾ നമ്മളറിയപ്പെടുന്ന മാതാ അമൃതാനന്ദമയി സുധാമണി എന്ന് പറയുന്ന അങ്ങനെ അറിയപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ഓച്ചിറയുടെ മണ്ണിൽ വന്ന് 2 വർഷക്കാലം ഇവിടെ അധിവസിച്ചിരുന്നു എന്നാണ് പറയുന്നത് സ്വാമിയുമൊത്ത്. അങ്ങനെയാണ് സ്വാമിയെ കാണുന്നതും സ്വാമി പറയക്കടവിൽ പോകുന്നതും ഈ അമ്മയുടെ പേര് അമൃതാനന്ദമയി ഇട്ടുകൊടുത്ത് അമ്മയെ അനുഗ്രഹിച്ച് ഇന്നീ കാണുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഒത്തിരി അനവധി ആളുകൾ മഹാത്മാക്കളായിട്ടുള്ളവർ സ്വാമി ഇവിടെ ഇരിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ളവർ
അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ജീവകാരുണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്നു പ്രഭാകര സിദ്ധിയോഗികൾ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജന്മജയന്തിയുമായിട്ട് അനുബന്ധിച്ച് ആണ് ഓച്ചിറയിൽ ഈ ദക്ഷിണ ഭാരത സന്യാസി സംഗമം. അദ്ദേഹം പറഞ്ഞ സന്ദേശം നമുക്ക് ഭാരതത്തിലുടനീളമുള്ള സന്യാസിമാരെയും വിവിധ ഗുരുപരമ്പരകളെയും സമുന്നയിപ്പിച്ച് അവരുടെയൊക്കെ ദർശനങ്ങൾ, ആത്മീയമായിരിക്കുന്ന അരുളപ്പാടുകൾ, ജീവിതധർമ്മങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. അന്നദാനം, ജ്ഞാനദാനം, നാമസങ്കീർത്തനം ഇവയൊക്കെ ചെയ്യണമെന്നാണ് ഗുരു അരുളിയിട്ടുള്ളത്. ഒരു ഗുരുവിൻ്റെ മഹത്വം ശിഷ്യരുടെ പ്രവൃത്തിയിലൂടെ വേണം പുറത്തു വരാൻ, ലോകമറിയാൻ. അങ്ങനെ ശ്രീ ശിവപ്രഭാകര സിദ്ധിയോഗീശ്വര ആശ്രമം ഭാരതത്തിൽ പ്രഭാകര യോഗി സ്ഥാപിച്ചിട്ടുള്ള ഏക ബ്രഹ്മസ്ഥാനമാണ്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽപ്പെട്ട ചിങ്ങോലി ശ്രീ ശിവപ്രഭാകര സിദ്ധിയോഗീശ്വര ആശ്രമം. ആ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സന്യാസ പരമ്പരകളെ, വിവിധ സന്യാസി പരമ്പരകളെ ഏകോപിപ്പിക്കുകയും സനാതന ധർമ്മവിശ്വാസികൾക്ക് ശരിയായിരിക്കുന്ന ഈശ്വര സങ്കല്പം, ശരിയായിരിക്കുന്ന ആത്മീയമായ ബോധം കൊടുക്കത്തക്ക രീതിയിൽ ഈ ദക്ഷിണ ഭാരത സന്യാസി സംഗമം 2 ദിവസങ്ങളിലായി ഇവിടെ നടത്തപ്പെടുകയാണ്. ആദ്യത്തെ ദിവസം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ തന്നെ വരുന്നത് കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സന്യാസിയായിരിക്കുന്ന ശ്രീ ശിവബാലയ്യ സ്വാമിയാണ്. അദ്ദേഹം ഓൾ ഇന്ത്യ വീരശൈവ സമുദായത്തിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യഭാരമേറ്റ സമയത്ത് ചെങ്കോൽ കൊടുത്ത് അനുഗ്രഹിച്ച ആ മഹാത്മാവാണ് 1-ാം ദിവസം ഇവിടെ വന്നതിൻ്റെ ഉദ്ഘാടനം, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. ആ ചിങ്ങോലി ആശ്രമത്തിൻ്റെ മഠാധിപതിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന ആ യോഗത്തിന് ദീപം കൊളുത്തുന്നതിന് ഓച്ചിറ ദേവസ്വമാണ്. ശരിക്കും പറഞ്ഞാൽ ഓച്ചിറ ദേവസ്വത്തിൻ്റെ നല്ലതുപോലുള്ളൊരു പങ്കാളിത്തം, ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത്. ആശ്രമത്തെക്കുറിച്ച് ദീർഘനാളുകളായി അറിയാം. 40 വർഷത്തിലേറെയായി പ്രഭാകര സിദ്ധിയോഗീശ്വരൻ്റെ പേരിൽ ഇവിടെ സ്റ്റാളിടുന്നുണ്ട്. കർക്കിടക മാസത്തിലും വൃശ്ചിക മാസത്തിലും ഒക്കെ ആശ്രമത്തിൽ നിന്ന് മഠാധിപതിയായ അമ്മയും ആ മഠത്തിൻ്റെ കാര്യദർശിയായിട്ട് നിൽക്കുന്ന ഞാനും ഒക്കെ വന്ന് ആത്മീയ പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും നടത്താറുണ്ട്. ഓച്ചിറ ദേവസ്വത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ. ഗുരുവിൻ്റെ സന്നിധാനമായിട്ടും കൂടാണ് നമ്മളിവിടെ കരുതുന്നത് പരബ്രഹ്മ സന്നിധി. ആ ഓച്ചിറ ദേവസ്വത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന, പ്രത്യേകിച്ച് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ബഹുമാന്യനായിരിക്കുന്ന സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, ഭക്തർ, എല്ലാവരുടെയും കാര്യം സ്വാമിയെ അറിയാവുന്നവരാണ്. ഇവിടുത്തെ ഓരോ മണൽത്തരിക്ക് പോലും പ്രഭാകര സിദ്ധിയോഗിയെ അറിയാം. അങ്ങനെ ആ മഹാത്മാവിൻ്റെ നാമധേയത്തിൽ, ആ മഹാത്മാവിൻ്റെ സ്മരണയിൽ നടക്കുന്ന 2-ാം ദിവസത്തെ സന്യാസി സമ്മേളനത്തിൽ ഇത്രയും മഠങ്ങളുടെ ആചാര്യന്മാർ, കേരളത്തിലെ മുഖ്യധാരയിൽപ്പെട്ട ആശ്രമങ്ങളുടെ എല്ലാം മഠാധിപന്മാരും വിശ്വാസികളും ഭക്തസമൂഹവും ഒത്തുകൂടി ചെയ്യുന്ന ഈ ആത്മീയമായ മഹാസംഗമത്തിലേക്ക് എല്ലാ ഈശ്വര ഭക്തന്മാരെയും ഗുരുവിൻ്റെ നാമധേയത്തിൽ, പ്രഭാകര സിദ്ധിയുടെ നാമധേയത്തിൽ, കാര്യം ഈ പ്രപഞ്ചത്തിൽ 761 വർഷം വരെ 14 ശരീരങ്ങൾ മാറി മാറി സ്വീകരിച്ച് ജീവിച്ച ഒരു മഹാത്മാവാണ്. ഈ ഋഷി എന്ന വാക്കിൻ്റെ അർത്ഥം ശാസ്ത്രജ്ഞൻ എന്നാണ്. ഋഷി എന്നാൽ പ്രഭാകര സിദ്ധിയോഗി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ലയിച്ചിരിക്കുന്ന പരമാത്മ ചൈതന്യമാണെന്നുള്ളതിന് അപ്പുറമൊന്നും പറയാനില്ല, അതിനപ്പുറത്തേക്കൊരു വാക്ക് പോലും പറയാനില്ല. അങ്ങനെയുള്ള ആ മഹാഗുരുവിൻ്റെ സ്മരണയിൽ ചെയ്യുന്ന ഈ മഹാകർമ്മത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ചു. ഈ വർഷവും കുറച്ചും കൂടി വിപുലീകരിച്ചാണിത് വരുന്നത്. വരുംകാല വർഷങ്ങളിലും ഈ ഓച്ചിറയുടെ പാരമ്പര്യം തന്നെ സന്യാസിമാർ ഒത്തുകൂടിയിരുന്ന് സത്സംഗം ചെയ്യുകയും അന്നദാനവും ജ്ഞാനദാനവും കൊടുത്തിരുന്ന ഒരു ആത്മീയ കേന്ദ്രമാണ്. ഭാരതത്തിൻ്റെ തന്നെ ശക്തിമത്തായ ഒരു ആത്മീയ കേന്ദ്രമാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പുകൾപെറ്റ ഓച്ചിറ പരബ്രഹ്മ സന്നിധി. അവിടെ വെച്ച് നടത്തുന്ന ഈ സൽക്കർമ്മത്തിൽ എല്ലാ സനാതന ധർമ്മവിശ്വാസികൾക്കും പുണ്യാത്മാക്കൾക്കും സ്വാഗതം ആശംസിക്കുന്നു. ഗുരുകടാക്ഷം പരിപൂർണം.